ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്നിട്ട് വെള്ളിയാഴ്ച ദിവസമാണ്, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു ദിവസമായിരുന്നു. അതുകൊണ്ട് എനിക്ക് നല്ല മഴയല്ലായിരുന്നു, അപ്പം താളിയൊന്നും എടുക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ക്വാളിറ്റി കുറഞ്ഞൊരു ഷാമ്പു ഇട്ട് തല കഴുകി. എനിക്ക് ആകെപ്പാടെ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ നല്ല രീതിക്ക് താരൻ വീണ്ടും ആയിട്ടുണ്ട്. നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്ന കുറഞ്ഞു വന്ന് നല്ല രീതിക്ക് മാറി വന്നതായിരുന്നു. പിന്നെ ലോക്കൽ ഷാമ്പു യൂസ് ചെയ്തിട്ട് അങ്ങനെയായി. ഇപ്പം ഞാനതിനൊരു പുതിയ ഇതായിട്ട് ചെയ്യാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മൾ വേപ്പില വെച്ച് നമുക്ക് എന്തൊക്കെ ഇതാന്ന് പറഞ്ഞാൽ ഷാമ്പു യൂസ് ചെയ്യണം, എന്നാലും നമ്മളിപ്പോൾ ഒരു പാക്കറ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു തലയിൽ. അത് എണ്ണ തേക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് പാക്കും പിന്നെ റിമൂവ് ചെയ്യാനുള്ള താളിയും യൂസ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ ഹെയർ കെയർ വന്നിട്ട്. അപ്പോൾ നമുക്ക് ഹെയർ കെയറിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് തന്നെ എണ്ണ തേക്കുന്നത് തന്നെയാണ്. ഷാമ്പു കളയുന്നൊന്നുമില്ല, കഴുകി കളയുന്നൊന്നുമില്ല, അഴുക്കൊന്നും കളയുന്നില്ല. പിന്നെ ഒരു പ്രാവശ്യം തന്നെ നമ്മൾ ഷാമ്പു യൂസ് ചെയ്ത് പണി കിട്ടിയല്ലോ. അപ്പം ഞാൻ കരുതി എണ്ണ തേച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പാക്കിട്ട് കൊടുത്തിട്ട് താളിയിട്ട് കഴുകാമെന്ന് വിചാരിച്ചു. പിന്നെ അധികം ഷാമ്പു ഇട്ട് ഇതാക്കുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകാം. അപ്പോൾ നമുക്ക് എണ്ണ തേക്കാം. അപ്പോൾ നമുക്ക് മുടി ഒന്ന് ചീവി കൊടുക്കാം. ലേപ്പും ചീപ്പിട്ട് ഈ കാണുന്ന ബേബി ഹെയർസൊക്കെ ഇത് തേച്ച് കഴിഞ്ഞതിന് ശേഷം വന്നതാണ്. ഇവിടെ മുടിയൊന്നും ഇല്ലായിരുന്നു, ഇങ്ങനെ വയ്ക്കുമ്പോൾ മുടിയൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ എല്ലാം വന്നതാണ്. പിന്നെ ഇവിടോട്ടൊക്കെ കിളുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താരം വരാതെ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ക്വാളിറ്റി കുറഞ്ഞ ഷാമ്പു ഞാൻ യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് താരം വീണ്ടും കയറിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ എണ്ണ തേച്ചപ്പോഴത്തേക്കും നല്ലതായിട്ട് തേച്ച് കഴിഞ്ഞാൽ ചിലപ്പം കുറേയൊക്കെ പോവായിരിക്കും. അപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഹെയർ കെയർ ചെയ്ത് നല്ല രീതിക്ക് കുഞ്ഞു കുഞ്ഞു മുടികൾ വളരുമ്പോഴത്തേക്കും നമ്മൾ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് ചൊറിയുന്നതും അതുപോലെ തന്നെ ഭയങ്കര റഫായിട്ട് നമ്മൾ ചീപ്പിട്ട് ചീവുന്നതും അതുപോലെ തോർത്തുന്നത്, നമ്മൾ ഡ്രൈ ആകാൻ വേണ്ടി തോർത്ത് നമ്മൾ ഇങ്ങനെ വെച്ച് തോർത്തരുത്. ഒപ്പി എടുക്കാവുള്ളൂ. ഇങ്ങനെ മുടി വെച്ചിട്ട് നമ്മളിങ്ങനെ ഒപ്പി എടുക്കാവുള്ളൂ. നമ്മൾ റഫായിട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഉണ്ടായിരിക്കുന്നതിൻ്റെ ഈ കുഞ്ഞു ബേബി ഹെയർസ് ഇല്ലേ, അതൊക്കെ അങ്ങ് പോകും. സാധാരണ ഈ താരം വന്ന് നമ്മുടെ മുടി പൊഴിയുന്നതെന്ന് പറഞ്ഞതിൻ്റെ മെയിൻ കാര്യം നമുക്ക് ഇച്ചിങ് ഉണ്ടാവുള്ളൂ. ഇച്ചിങ് ഉണ്ടാകുമ്പോൾ നമ്മൾ ഭയങ്കര ഹാർഡായിട്ട് അത് നമ്മളിങ്ങനെ സ്കാൽപ്പിൽ ചൊറിയുമ്പോഴത്തേക്കും നമുക്ക് കയ്യിൽ കാണാൻ കുഞ്ഞു മുടികളിരിക്കും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ള മുടിയും കൂടെ ഇളക്കി പോരാറുണ്ട്. അപ്പം എൻ്റെ അനുഭവങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നതും. അത് ഇന്നത്തെ എൻ്റെ മുടി കൊഴിഞ്ഞത് ഇത്രയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഓരോ ദിവസം നമ്മളിങ്ങനെ ഓരോ ദിവസത്തെ മുടി ഇങ്ങനെ
പൊഴിയുന്നത് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തുമാത്രം കുറയുന്നുണ്ടോ കൂടുന്നുണ്ടോ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ നമുക്കിതൊരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് പാക്ക് ഇടാം. അതിൻ്റെ മേളിൽ തന്നെ നമുക്ക് പാക്ക് ഇട്ടിട്ട് പിന്നെ താളിയിട്ട് കഴുകിച്ചാൽ മതി. നമ്മൾ ആ ടൈമും കൊണ്ട് നമുക്ക് താളി ഉണ്ടാക്കാം. ഇവിടെ എടുത്തിരിക്കുന്നത് ചെമ്പരത്തിയുടെ ഇലയാണ്, കിളുന്ന. ഇപ്പോൾ നമ്മളിവിടെ വേപ്പെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മളിനി പിഴിഞ്ഞൊരു ബൗളിനകത്തോട്ട് ഇട്ടിട്ട് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. ഓക്കെ, നമുക്കിനി പാക്കറ്റ് കൊടുക്കാം. നാരങ്ങയും വേപ്പിൻ്റെ നീരും വെച്ചിട്ട് അത് കഴിഞ്ഞ് നമുക്ക് ലാസ്റ്റായിട്ട് താളിയിട്ട് കഴുകിയിട്ട് ഇന്നത്തെ ഹെയർ കെയർ റൊട്ടീൻ അവസാനിപ്പിക്കാം.